നവകേരള മാർച്ച് കണ്ണൂരിലെ പാനൂരിൽ പര്യടനം തുടരുന്നു. ജാഥാ നായകൻ പിണറായി വിജയൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തു സംസാരിക്കുന്നതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. നാടിനോട് ഒരു പ്രതിബദ്ധതയുമില്ല. നാടിനോട് പ്രതിബദ്ധതയില്ലാത്തതുകൊണ്ട് തന്നെ നാടിനെ ആകെ തകർക്കുകയാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ കാർഷിക രംഗം, എല്ലാ രംഗവും തകർന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഉള്ള തേങ്ങക്ക് വിലയുണ്ടോ? റബ്ബർ എത്രയോ നാടായി തകർന്നു കിടക്കുകയാണ്. ഇക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടി, ഇങ്ങനെയൊരു സംസ്ഥാനമുണ്ട് എന്ന ചിന്ത തന്നെ കേന്ദ്ര ഗവൺമെൻറ്റില്ല. ഞങ്ങളിവിടെ ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇവിടെയില്ല. അപ്പോൾ ഗതികേടിലാവുന്നത് നമ്മുടെ നാട്ടുകാരാണ്, കൃഷിക്കാരാണ്. എത്ര കാലം നഷ്ടം സഹിച്ച് കൃഷി നടത്തും? അപ്പോൾ കർഷകർ കടക്കണിയിൽപ്പെടുന്നു. അതിൻ്റെ ഭാഗമായുള്ള ആത്മഹത്യ അടക്കം പെരുകുന്നു. എന്നാൽ കടക്കണിയിൽപ്പെട്ട കർഷകരെ രക്ഷിക്കുന്നതിനുള്ള എന്തെങ്കിലും പ്രവർത്തനമുണ്ടോ? നേരത്തെ കേരളത്തിലതുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നു. ഒരു നടപടിയുമില്ല. പണ്ട് നമ്മൾ കേട്ട ഓർമ്മയെ ഇപ്പോൾ ആളുകൾക്കുള്ളൂ. കടാശ്വാസ നിയമം, കടാശ്വാസ കമ്മീഷൻ, കടം എഴുതിത്തള്ളൽ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കൃഷിക്കാരാകെ വലിയ തോതിൽ പ്രയാസത്തിലായിരിക്കും. ഇത് കൃഷിക്കാരുടെ കാര്യം മാത്രമല്ല, നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്നവർ, തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ സ്ഥിതി പരമദയനീയമാണ്. തൊഴിലെടുക്കാൻ അവസരമില്ല. ഉള്ള തൊഴിൽ നഷ്ടപ്പെടുന്നു. ഉള്ള തൊഴിൽ നഷ്ടപ്പെട്ട ധാരാളം പേരിരിക്കുന്നു. അത് 5ഉം 10ഉം 100ഉമല്ല, ആയിരങ്ങളും പതിനായിരങ്ങളുമാണ്. ഇത്തരമൊരു സാഹചര്യം കേരളത്തിലുണ്ടായാൽ നാടിനെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് ആലോചിക്കണ്ടേ? എന്നാൽ ആ തരത്തിലുള്ളൊരു നടപടിയുമില്ല. ഒരു കാര്യവും ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് മനസ്സില്ല. അതാണ് പ്രശ്നം. എന്തിനും മനസ്സ് വേണമല്ലോ, ആ മനസ്സില്ല.